സാർ, ആദ്യം തന്നെ ചോദിക്കാനുള്ളത് ഇൻഡെക്സുകളെ കുറിച്ചുകൊണ്ട് തന്നെയാണ്. ഇന്നിപ്പോൾ നിഫ്റ്റി പരിശോധിക്കുകയാണെങ്കിൽ വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ടോണിൽ തന്നെയാണ് നിലനിൽക്കുന്നത്. തുടർച്ചയായിട്ടുള്ള ഒരു 3 ദിവസത്തെ ഒരു നേട്ടത്തിന് ശേഷം ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു നിരക്കിലാണ് നിഫ്റ്റി നിൽക്കുന്നത്. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം സാറിൻ്റെ ഒരു ഓവർവ്യൂ എന്താണ്? നമ്മൾ ഓവർവ്യൂ എന്ന് പറയുന്നത് പോസിറ്റീവ് ബയാസ് നിലനിൽക്കുന്നു എന്നത് തന്നെയാണ്. ബട്ട് ഇതിന്റെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 25,850 അല്ലെങ്കിൽ 26,000 ഇതൊരു റെസിസ്റ്റൻസ് സോൺ ആയിരുന്നു. അപ്പൊ ഈ 26,000 എന്ന് പറയുന്നത് ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ലെവലാണ്. ആ ലെവലിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷനൊക്കെ വരാനുള്ള സാധ്യത റീറ്റെയിലേഴ്സിന്റെ ഇടയിലുണ്ട്. അപ്പൊ അത് തന്നെയാണ് അവിടെ നമുക്കൊരു സൈഡ് വൈസ് ആയിട്ടുള്ള മൂവ്മെന്റ്സ് അല്ലെങ്കിൽ ഇന്നൊരു സ്ലോ ആയിട്ടുള്ള മൂവിങ് കാണാനായിട്ട് കഴിയുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഒരു 26,000 എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് വരുമ്പോൾ നമ്മളൊരു കോഷ്യസ് ആയിട്ട് തന്നെ ട്രേഡ് ചെയ്യേണ്ടി വരും. ആ ലെവലിൽ നിന്ന് ചിലപ്പോൾ ഒരു പുൾ ബാക്ക് വന്നതിന് ശേഷമായിരിക്കാം അടുത്ത പോസിറ്റീവ്. ബട്ട് ഓൾ ടുഗദർ നമ്മൾ നോക്കുകയാണെങ്കിൽ പോസിറ്റീവ് ബയാസ് ഉണ്ട്. ബട്ട് ആ ഒരു 26,000 എന്ന് പറയുന്ന ബാരിയേഴ്സ് അവിടെ നിൽക്കുന്നു എന്നത് മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനൊരു ബെനിഫിറ്റ് ഉണ്ടാവും. അവിടെ വരുമ്പോൾ നമ്മൾ പ്രോഫിറ്റ് ബുക്കിംഗ് വരികയാണെങ്കിൽ ട്രേഡേഴ്സ്, ഷോർട്ട് ടൈം ട്രേഡേഴ്സ് അല്ലെങ്കിൽ 1-2 ദിവസത്തേക്കുള്ള ഒരു മൂവ്മെന്റ്സ് ഞാൻ കാണുന്നുണ്ട്. ഒരു വോൾട്ടൈൽ സെക്ഷൻ ആയിരിക്കാം എന്നത് ആണ് എനിക്ക് തോന്നുന്നത്. ദെൻ നമ്മളൊരു സപ്പോർട്ട് സോൺ പരിശോധിക്കുകയാണെങ്കിൽ 25,600 എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു നല്ലൊരു സപ്പോർട്ട് സോൺ ആയിട്ട് വരുന്നുണ്ട്. ആ ഒരു സപ്പോർട്ടിലേക്ക് 1-2 ദിവസത്തേക്ക് പുൾ ബാക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത ദിവസങ്ങളിൽ തിരിച്ച് കയറുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിഫ്റ്റി ബാങ്ക് പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 0.5% മുകളിലുള്ളൊരു നേട്ടം, ഒരു 180 പോയിന്റ്സിന് മുകളിലുള്ളൊരു പെർഫോമൻസ് ആണ് നിഫ്റ്റി ബാങ്കിൻ്റെ ഭാഗത്ത്. ഇപ്പോൾ തുടർച്ചയായിട്ട് നോക്കുകയാണെങ്കിലും ഈ ഒരു രീതിയിലുള്ള ഒരു പെർഫോമൻസ് നിഫ്റ്റി ബാങ്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു കാഴ്ചയും കാണാൻ സാധിക്കുന്നുണ്ട്. നിഫ്റ്റി ബാങ്ക് പരിശോധിക്കുകയാണെങ്കിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ ഏതൊക്കെയായിരിക്കും? നേരത്തെ നമ്മൾ പറഞ്ഞത് ബാങ്ക് പോസിറ്റീവ് തന്നെയാണ്. ഒരു 60,000 കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞിരുന്നു 60,000 ബാങ്ക് നിഫ്റ്റി കൊണ്ടുപോകാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്. ഈ ഒരു ലെവലിൽ ഇപ്പോഴുള്ള ലെവലിൽ ഒരു 57,000 ആണ് ഇമീഡിയറ്റ് വരുന്ന ഒരു സപ്പോർട്ട് ആണെങ്കിൽ പോലും ഇപ്പോഴത്തെ ലെവലിൽ നിന്ന് വലുതായിട്ട് പുൾ ബാക്ക് വരുമെന്ന് എനിക്ക് പ്രതീക്ഷിക്കുന്നില്ല. അതൊരു സ്ലോ മൂവ്മെന്റ് ആയിട്ട് തന്നെ ഒരു സൈഡിൽ തുടരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ബാങ്ക് നിഫ്റ്റി പോസിറ്റീവ് ബയാസ് ആണ്. ഈവൻ ദോ എന്തെങ്കിലും നിഫ്റ്റിയിൽ ഒരു ചെറിയൊരു കറക്റ്റീവ് ആക്ഷൻസോ പ്രോഫിറ്റ് ബുക്കോ ഉണ്ടാവുന്നെങ്കിൽ പോലും വലുതായിട്ട് ബാങ്ക് നിഫ്റ്റിനെ അഫക്ട് ചെയ്യാനുള്ള സാധ്യത കുറവാണ് എന്നാണ് എന്റെ ഒരു അനുമാനം. അതനുസരിച്ച് തന്നെ മൂവ്മെന്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറെ IT ഇൻഡെക്സ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പോസിറ്റീവ് ആയിരുന്നത് ഇപ്പോൾ 36 എബോ നിൽക്കുന്നത് കൊണ്ട് അത് ഒരു മൂവ്മെന്റ്സിലേക്ക് വരാനുള്ള, അതൊരു പോസിറ്റീവ് മൂവ്മെന്റ്സിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആ ഇൻഡെക്സും കൂടെ പെർഫോം ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നിഫ്റ്റി 26,000 എബോ കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. ബട്ട് ആ ഒരു സമയത്ത് നമ്മൾ ഒന്ന് വാച്ച് ചെയ്യേണ്ട ഒരു സെക്ടറായിട്ട് അല്ലെങ്കിൽ ഒരു ഇൻഡെക്സ് ആയിട്ട് വരുന്നതാണ് ബാങ്ക് നിഫ്റ്റിയും അതേപോലെ തന്നെ IT. ഇന്നിപ്പോൾ ഏറ്റവും ഒരു മികച്ച ഒരു മൊമെൻറ്റം കാണാൻ സാധിക്കുന്നത് മെറ്റൽ സൂചികയാണ്. മെറ്റൽ കമ്പനികൾ പരിശോധിക്കുകയാണെങ്കിലും ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. നിലവിൽ നിഫ്റ്റി മെറ്റൽ സൂചിക പരിശോധിക്കുമ്പോൾ സാറിൻ്റെ ഒരു ടേക്ക് എന്താണ്? മെറ്റൽ കമ്പനികൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ല റിസൾട്ടുകളായിരുന്നു കഴിഞ്ഞ സമയങ്ങളിലൊക്കെ വന്നിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ഇൻഡെക്സിൽ കുറച്ചു കാലമായിട്ട് ഒരു വലിയ മൂവ്മെന്റ്സ് ഇല്ലായിരുന്നു. ബട്ട് അതിനുശേഷം ഈ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത് നിൽക്കുന്നത് കൊണ്ട് എനിക്ക് തോന്നുന്നു വലിയ മൂവ്മെന്റ് വരാനുള്ള സാധ്യതയുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്ന 10,000 എബോ ആണെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള മൂവ്മെന്റ്സ് വരാൻ സാധ്യതയുണ്ട് എന്നതാണ്. എനിക്ക് അതേ വ്യൂ കണ്ടിന്യൂ ചെയ്യാനാണ്. ഈ ചാർട്ട് പാറ്റേൺ നോക്കുകയാണെങ്കിൽ ഒരു ലോങ് ടൈം വ്യൂ ആണ് കാണിക്കുന്നത്. അതേ പാറ്റേൺ കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോ പോസിറ്റീവ് ടെറിട്ടറിയിൽ തന്നെയാണ്. എനിക്ക് തോന്നുന്നു അത് നല്ലൊരു മൂവ്മെന്റ്സ്, ഒരു 2,000 പോയിന്റ്സിന്റെ ഒക്കെ മൂവ്മെന്റ്സിലേക്ക് ഒരു ഷോർട്ട് ടു ലോങ് റേഞ്ചിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അത് കണ്ടിന്യൂഷൻ പാറ്റേൺ ആയതുകൊണ്ട് തീർച്ചയായിട്ടും തുടരുന്നതായിരിക്കും നല്ലത്. ചില മെറ്റൽ സ്റ്റോക്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കൂടി കടക്കുകയാണെങ്കിൽ ടാറ്റ സ്റ്റീലിനെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ ഒരു റവന്യൂ ഏകദേശം 10% മുകളിൽ വർദ്ധിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. പ്രോഫിറ്റിലേക്ക് വരികയാണെങ്കിൽ 49.3% ഒരു നേട്ടം ഉണ്ടാകുന്നു. എബിഡ പരിശോധിക്കുകയാണെങ്കിലും ഏകദേശം ഓൾമോസ്റ്റ് ഒരു 20% ഒരു നേട്ടമായിരുന്നു ടാറ്റ സ്റ്റീൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിലവിലിപ്പോൾ ടാറ്റ സ്റ്റീലിൻ്റെ ഒരു ടെക്നിക്കൽസ് പരിശോധിക്കുമ്പോൾ ഒരു ചാർട്ട് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? നമ്മൾ നോക്കേണ്ടത് കഴിഞ്ഞ വർഷങ്ങളിലും ഇതേ ലെവലിലൊക്കെ തന്നെ വളരെ സ്റ്റിഫ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഫേസ് ചെയ്തിരുന്ന ഒരു ലെവൽ സോൺ ആണിത്. 170, 180 ഒക്കെ പറയുന്നത് ഒരു സ്റ്റിഫ് ആയിട്ട് റെസിസ്റ്റൻസ് ഫേസ് ചെയ്തിരുന്നു. ആ ലെവലിലേക്ക് വീണ്ടും വരുമ്പോഴും ഒരു ചെറിയ പുൾ ബാക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ സ്ട്രോങ് മൂവ്മെന്റ്സും വോളിയം കൂടിയുള്ള ഒരു മൂവ്മെന്റ്സും വന്നതുകൊണ്ട് തന്നെ ഞാൻ പോസിറ്റീവ് ബയാസ് ആണ്. എങ്കിൽ തന്നെ നമുക്ക് എന്തെങ്കിലും പുൾ ബാക്ക് വരികയാണെങ്കിൽ കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആയിരിക്കുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. 164 ലെവൽ തന്നെയാണ് ഇപ്പോഴും സപ്പോർട്ട് സോൺ ആയിട്ട് നിൽക്കുന്നത്.
200-ലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. ബട്ട് അതിന് മുമ്പ് ഈ ഒരു സോൺ, ഈ ഇപ്പോൾ കറന്റ് ട്രേഡ് ചെയ്യുന്ന 180-84 ലെവലില് നല്ല റെസിസ്റ്റൻസ് സോൺ ആണ്. അപ്പോൾ അവിടെ അത് വലിയ ഓടിയത്തോടുകൂടി ഓവർകം ചെയ്യുകയാണെങ്കിൽ നമുക്കത് കണ്ടിന്യൂ ചെയ്യാം. കൂടാതെ ലോയിഡ് മെറ്റൽസ് ആൻഡ് എനർജിയിലേക്ക് വരികയാണെങ്കിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു പെർഫോമൻസ് തന്നെ ഈ ഒരു സെക്കൻഡ് ക്വാർട്ടറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. കമ്പനിയുടെ ഒരു പ്രോഫിറ്റ് പരിശോധിക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 90% ഒരു നേട്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വരുമാനത്തിലേക്ക് കടക്കുകയാണെങ്കിൽ ഏകദേശം 150.3% ഒരു ശക്തമായിട്ടുള്ള ഒരു പെർഫോമൻസും ലോയിഡ് മെറ്റൽസ് ആൻഡ് എനർജിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നു. നിലവിലിപ്പോൾ ലോയിഡ് മെറ്റൽസ് പരിശോധിക്കുകയാണെങ്കിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ ഏതൊക്കെയായിരിക്കും? ലോയിഡ് മെറ്റൽ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു വളരെയധികം ഒരു സൈഡ് വൈസ് ആയിട്ടുള്ള മൂവ്മെന്റ്, എക്സാക്ട്ലി പറയുകയാണെങ്കിൽ സെപ്റ്റംബറിന് ശേഷം വലിയ മൂവ്മെന്റ്സുകളൊന്നും തന്നെ നമുക്ക് വന്നിട്ടില്ല. ഏകദേശം അത് സൈഡ് വൈസ് ആയി മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു 1200-നും 1400-നും ഇടയിൽ 200 പോയിന്റ്സിന്റെ മൂവ്മെന്റ്സ് ആണ് കഴിഞ്ഞ 2 മാസമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് ചാർട്ടിൽ. വോളിയത്തിലാണെന്ന് പറഞ്ഞാൽ അതേ മൂവ്മെന്റ് തന്നെ, അതായത് സൈഡ് വൈസ് ആയിട്ടുള്ള മൂവ്മെന്റത്തിന് വളരെ വോളിയം സ്ലോ ആയിട്ട് തന്നെയാണ്, അല്ലെങ്കിൽ കുറവായിട്ട് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോഴത്തെ നിലയിൽ ഇത് കൺസോൾട്ടേറ്റ് ചെയ്യുന്നത് വളരെയധികം പോസിറ്റീവ് ആയിരിക്കും. കാരണം സെക്ടറുകൾ പെർഫോം ചെയ്യുന്നത് കൊണ്ടും കൺസോൾട്ടേറ്റ് ചെയ്യുന്നത് കൊണ്ടും പോസിറ്റീവ് ആയിരിക്കാം. ബട്ട് അത് എപ്പോഴാണ് ഔട്ട് പെർഫോം ചെയ്യുന്നത്, എനിക്ക് തോന്നുന്നു 1400-ന് എബോ നല്ല വോളിയത്തോടു കൂടി ട്രേഡ് ചെയ്യുകയാണെങ്കിൽ മാത്രമായിരിക്കും അതൊരു പെർഫോമൻസ് വരുന്നത്. വന്നു കഴിഞ്ഞാൽ ആ പെർഫോമൻസ് സ്പീഡും മൂവ്മെന്റ് ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ ലെവലിൽ ഈ കൺസോൾട്ടേഷൻ ഔട്ട് ആവുന്ന അല്ലെങ്കിൽ റേഞ്ച് ഔട്ട് ആവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്ത് അതിനുശേഷം ഒരു പോസിറ്റീവ് മെയിൻറ്റെയിൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇവിടുത്തെ പ്രസ്റ്റീജ് എസ്റ്റേറ്റ്സിലേക്ക് വരികയാണെങ്കിലും ഒരു മികച്ച ഒരു പെർഫോമൻസ് തന്നെ കമ്പനിയുടെ ഒരു പ്രോഫിറ്റിൽ വരുത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 124% ഒരു നേട്ടം. എന്നാൽ റവന്യൂയിലേക്ക് വരുമ്പോൾ അത്ര ഒരു പെർഫോമൻസ് ഇല്ല. അതായത് ബോട്ടം ലൈൻ ഗ്രോത്ത് പരിശോധിക്കുകയാണെങ്കിലും ടോപ്പ് ലൈൻ ഗ്രോത്ത് പരിശോധിക്കുകയാണെങ്കിലും ഒരു മാച്ച് ആയിട്ടുള്ള ഒരു രീതിയിലല്ല കാണാൻ സാധിക്കുന്നത്. എന്നാലും പ്രസ്റ്റീജ് എസ്റ്റേറ്റ്സ് പരിശോധിക്കുകയാണെങ്കിൽ ആ കമ്പനിയുടെ ഒരു ചാർട്ട് എന്താണ് സൂചിപ്പിക്കുന്നത്? ഇതിന്റെ ഒരു ലോങ് ടേം ചാർട്ട് എന്ന് പറയുന്നത് വളരെ നല്ലൊരു രീതിയിലാണ് കാണുന്നത്. അതായത് പോസിറ്റീവ് രീതിയിലാണ് ഇതിന്റെ ലോങ് ടേം ചാർട്ട് നമ്മൾ കാണാൻ കഴിയുന്നത്. ബട്ട് ഇത് ഷോർട്ട് ടൈം എന്ന് പറയുന്നത് വളരെയധികം റെസിസ്റ്റൻസ് പോയിന്റ്, അത് എനിക്ക് തോന്നുന്ന ഒരു കഴിഞ്ഞ ജൂൺ ജൂലൈക്ക് ശേഷമുള്ള വളരെ റെസിസ്റ്റൻസ് പോയിന്റ് 1800 എന്ന് പറയുന്ന ലെവല് നല്ല റെസിസ്റ്റൻസ് ആണ്. ആ റെസിസ്റ്റൻസ് ഓവർകം ചെയ്യാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ നോക്കുന്നത്. ഈ ഒരു ലെവല് ഓവർകം ചെയ്യുകയാണെങ്കിൽ മാത്രമായിരിക്കും നല്ലൊരു മൂവ്മെന്റ്സ് വരാനുള്ള സാധ്യത. ബട്ട് ലോങ് ടൈമിൽ നോക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു പാറ്റേൺ ആണ് ഈ ചാർട്ടിൽ കാണാൻ കഴിയുന്നത്. പോസിറ്റീവ് ആയിരിക്കും. ഇപ്പോൾ വോളിയം ഇതിനെ അട്രാക്ട് ചെയ്യേണ്ടതുണ്ട്. എന്നാൽ മാത്രമാണ് ഈ 1800 മുകളിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് വീണ്ടും കുറച്ച് പുൾ ബാക്ക് വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. 1600-ന്റെ അടുത്തേക്ക് ഒരു ഷോർട്ട് ടൈം ട്രേഡിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ വീണ്ടും അതിന് നല്ലൊരു സ്ട്രെങ്തോട് കൂടി തിരിച്ചു വരാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ഒരു കറണ്ട് ലെവലിൽ വാച്ച് ചെയ്യേണ്ടത് തീർച്ചയായിട്ടും 1800 ലെവൽ ബ്രേക്ക് ചെയ്യുന്നോ ഇല്ലയോ എന്നുള്ളത് നോക്കിയാൽ.